പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥനെ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങയുടെ മക്കളെ കാത്ത് കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിന്റെ ഒരാശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. മക്കളില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ആശുപത്രി കിടക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെ കർത്താവ്, ഇന്നെങ്കിലും 10 പൈസ കിട്ടുക ഈശോയെ, കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട്. കന്യൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട്. അത് തിരക്കി പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട്. അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് കൊച്ചു തോബിയാസിനെ നീ വിട്ടില്ലേ, കടങ്ങൾ തിരിച്ചു കിട്ടി മേടിക്കാൻ വേണ്ടി. അതുപോലെ അന്ന് റാഫേൽ മാലാഖനൊക്കെ നീ കൂടെ വിട്ടില്ലേ, ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു വിട്ട മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. ടെസ്റ്റ്, ഇൻ്റർവ്യൂ, പരീക്ഷ, അതുപോലെ ഏജൻസി, ക്രയവിക്രയങ്ങൾ, ജീവിതമാർഗങ്ങൾ, വിദൂര യാത്രകൾ,
അങ്ങനെ ബന്ധുത്വമൊക്കെ പോകുന്ന വിവാഹ യാത്രകൾ ഈശോയെ എവിടെയെല്ലാമൊക്കെ പോകുന്നു അവിടെയെല്ലാം അങ്ങയുടെ മക്കളുടെ കൂടെ നീ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മുഴുവൻ യാത്രകളിൽ കർത്താവ് നിൻ്റെ കൂടെ ഉണ്ടാവുകയും മാതാവ് നിൻ്റെ വലതുകരം ഗ്രഹിക്കുകയും സഞ്ചാരി മാതാവ് രാത്രി നീ തിരികെ വരുമ്പോൾ നിന്നെ ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും സുരക്ഷിതമായി ദൈവം നിന്നെ തിരികെ എത്തിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സുരക്ഷ നീക്കുവാണ്. എൻ്റെ പിള്ളേരുടെ ഈശോ കൈകാര്യം ചെയ്ത സബ്ജക്റ്റാണ് കളകൾ. മത്തായിയുടെ സുവിശേഷം 13:27 എടുത്തേ. വേലക്കാർ ചെന്ന് വീട്ടുടമസ്ഥനോട് ചോദിച്ചു യജമാനനെ നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത്, പിന്നെ കളകളുണ്ടായത് എവിടെ നിന്ന്? അവൻ പറഞ്ഞു ശത്രുവാണ് ഇത് ചെയ്തത്. എൻ്റെ മക്കളെ, ഞാൻ ഇത് പറയാൻ കാര്യം അറിയോ? ഞാൻ പലപ്പോഴും ഈ വിഷയം ധ്യാനിപ്പിക്കുമ്പോൾ മനസ്സിലെ പരിശുദ്ധാത്മ പറയണതേ, ഞാൻ സൂചന തന്നായിരുന്നു ഇതേ പങ്ക്തിയിൽ. പരിശുദ്ധാത്മ പറയണതേ 2 തരം കളകളുണ്ടെന്നാ പറയണത്. ഒന്നിങ്ങനെ പുറമേ നിന്ന് കൊണ്ടുവന്ന് വിതച്ചിട്ട് പോയി കളഞ്ഞെന്ന് പറയത്തില്ലേ. രണ്ടാമത്തെ കള ആ മണ്ണിൽ തന്നെ തന്നെത്താൻ കിളുത്തു വരുന്ന സംഭവം. നമുക്കറിയാമല്ല, എത്ര ഉണങ്ങി ഇപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളൊക്കെ വളരെ ഉണങ്ങി കിടക്കണ പറമ്പാണെങ്കിലും മഴ വന്നു കഴിയുമ്പോൾ 100,000 ചെടികൾ മുളച്ചവനെ കാണാം. വേര് പൊട്ടിയൊക്കെ മുളച്ചും അതിൻ്റെ തരി വീണ് അരി വീണൊക്കെ മുളക്കും. അപ്പം ഈ അകത്തുനിന്ന് മുളച്ചു വരും, ആ മണ്ണിൽ തന്നെ ആരും കൊണ്ടൊന്നും വാകാതെ തന്നെത്താൻ മുളച്ചു വരുന്ന. പണ്ടേ അവിടെ കിടന്നിരുന്നതാണ്. അനുകൂലമായ സാഹചര്യം വന്നപ്പോൾ ആ കള അകത്തുനിന്ന് ആരും കൊണ്ടൊന്നും പാകാതെ അകത്തുനിന്ന് മുളച്ചു വരും. ഈ അകത്തുനിന്ന് മുളച്ചു വന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്ന് പാകി പിടിപ്പിച്ചാലും വിള നശിപ്പിച്ച് കളയും. അത് കളയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോണ അകത്തുനിന്ന് വരുന്ന കളകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഞാനത് കാര്യം പറയട്ടെ, നിങ്ങൾക്കിപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി വിചാരിച്ചു. ഞാനീ പറയണത് സാക്ഷ്യം പറയാൻ ഒരിക്കലും വൈകരുത്. എന്താ കാര്യത്തെ കളകൾ വളരും അകത്തുനിന്ന്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലേ 7 വർഷമായിട്ട് അവർക്ക് മക്കളില്ല, മക്കളെ കിട്ടത്തില്ല എന്ന് ഡോക്ടേഴ്സും പറഞ്ഞു. മരുന്ന് കഴിക്കണില്ലേ. പക്ഷെ അവർ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒറ്റ പ്രസവത്തിൽ 1 മാസം തന്നെ കഴിഞ്ഞപ്പോൾ തന്നെ പ്രഗ്നൻ്റായി. അവർക്ക് ഒറ്റ പ്രസവത്തിൽ 3 കുഞ്ഞുങ്ങളെ കിട്ടി. അവരിപ്പോൾ ഒന്ന് സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ എന്ത് പറ്റും? കുറച്ച് കഴിയുമ്പോൾ കളകൾ പണ്ടിതുപോലെ ഈ നമ്മുടെ ഇടത്തുവായിന്ന് ഞാൻ ഒരു കുഞ്ഞുങ്ങളെ എടുത്തു തുടങ്ങിക്കാൻ വന്നായിരുന്നു ഇവിടെ. അപ്പോൾ അവർക്ക് 14 കൊല്ലമായിട്ട് മക്കളില്ലായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് 3 കുഞ്ഞുങ്ങളെ കിട്ടി. അപ്പം ഞാൻ അവർ എടുത്തു തുടങ്ങിക്കാൻ വന്ന കുഞ്ഞിനങ്ങളാണ്. അപ്പം ഞാൻ ഇതുവരെ സാക്ഷ്യം പറഞ്ഞില്ലേ? ആ പറഞ്ഞ ഞങ്ങൾ വരുവച്ചാന്ന് പറയും, ഇതുവരെ കണ്ടിട്ടില്ല. അതെന്താ സംഭവം? അപ്പം അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ അത് ദൈവത്തിനുള്ളതല്ലേ, അത് ദൈവത്തിന് കൊടുത്തില്ല. അപ്പം എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കളകൾ ഉള്ളിൽ നിന്ന് വളരാൻ തുടങ്ങും. എന്താണ്? അല്ലെങ്കിലും എനിക്ക് PSC എനിക്ക് ജോലി കിട്ടിയേനം, ഉടമ്പടി എടുത്തില്ലെങ്കിൽ കിട്ടിയേനം, അല്ല മറ്റവർക്ക് കിട്ടിയേനെ, കൂട്ടുകാർക്ക് കിട്ടിയല്ല, അവിടെ കിട്ടിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നീ പറഞ്ഞ ദൈവത്തിന് കൊടുക്കാനുള്ള എടുത്തിട്ട് നീ സ്വയമായിട്ടത് നിൻ്റെ കഴിവിലാക്കി മാറ്റും. മക്കളുണ്ടാകണ കാര്യം അതുപോലെ തന്നെയാണ്. സ്ഥലം വിൽക്കണ കാര്യം അങ്ങനെയാണ്. താമസിക്കും തോറും ഉള്ളിൽ കള വളരാൻ തുടങ്ങും. എന്താണ്? മക്കളല്ലെങ്കിൽ കിട്ടിയേനോ. അപ്പോൾ ഡോക്ടർമാർ പറയും ഇതൊക്കെ ഇങ്ങനെ ഇതിന് അവർ ഇംഗ്ലീഷ് ടെക്നിക്കൽ വാർഡൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും. അതായത് വെറുതെ കുറേ നാൾ ഗർഭപാത്രം മക്കളിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരുന്നിട്ട് പെട്ടെന്നുണ്ടാകാൻ അപ്പോൾ പ്രതിഭാസത്തെക്കുറിച്ച് പറയും. അപ്പോൾ നമുക്ക് അത് ശത്രു കൊണ്ടുവന്ന് പുറത്തുനിന്ന് വിതക്കും. ദൈവകാരികൾക്ക് ഇങ്ങനെ കൊടുത്തത്, പക്ഷെ ആരെങ്കിലും വന്നിട്ട് അത് അവർക്ക് അങ്ങനെ കിട്ടിയാൽ ഇവർക്ക് ഇങ്ങനെ കിട്ടിയത് മറ്റവർക്ക് ഇങ്ങനെ കിട്ടിയത് പറഞ്ഞിട്ട് കളകൾ പറിച്ചു. ഇനി അകത്ത് തന്നെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നാം. എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വാഭാവികമായി കിട്ടിയതായിരിക്കും എന്ന് തോന്നും. അപ്പം കള അകത്തുനിന്ന് വളരണം.
എപ്പോഴും ഒരിക്കൽ ശ്രദ്ധ ചെയ്യണം, ദൈവത്തിന് കൊടുക്കേണ്ടത് സ്വന്തമായിട്ട് എടുത്ത് ഉപയോഗിക്കരുത്. റോമ 1:21 എടുത്തേ. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുന്നതിന് അവിടത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിനും ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്യും. എന്താണ് സാക്ഷ്യം പറയാതിരുന്നുള്ള കുഴപ്പം? അതാ, കുറച്ച് കഴിയുമ്പോൾ സ്വന്തം ക്രെഡിറ്റാണെന്ന് വിചാരിക്കുക. അതാണ് ഉള്ളിൽ നിന്ന് വളരുന്ന കള. അതുകൊണ്ട് ഏറ്റവും നല്ലത് ദൈവാനുഗ്രഹം കിട്ടിയാൽ നമുക്കറിയാൻ പറ്റും. അപ്പോൾ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമ്മുടെ കടമ നിർവഹിക്കണം, അല്ലെങ്കിൽ അത് കടമായിട്ട് മാറും. അത് ദൈവത്തെ മഹത്വപ്പെടുത്തി അത് 10 മനുഷ്യരോട് നീ പറയണം. ഉടമ്പടി എടുത്താണെങ്കിൽ നീ കൃപാസനം അൾത്താരം എന്ന് പറയണം. അല്ലാതെ നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ മറ്റു മനുഷ്യർ പറയണം. നീ ദൈവത്തെ മഹത്വപ്പെടുത്തണം. കാര്യം ഈ മഹത്വപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റുപറച്ചിലാണ് വരണത്, അല്ലാതെ സ്വയംകൃത ചരിത്രമില്ല. എൻ്റെ അകത്ത് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിനെ ഞാൻ ഏറ്റുപറയും. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം ദൈവത്തിൽ നിന്ന് കിട്ടിയാൽ മറ്റുള്ളവർക്ക് വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി അത് നമ്മൾ ഏറ്റുപറയണം. ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ റോമ 4:20 അനുസരിച്ചുകൊണ്ട് നമ്മൾ വിശ്വാസത്തിൽ വളരും. എൻ്റെ പഠിപ്പിച്ച മാതാപിതാക്കന്മാർ ബാങ്കിൽ ലോൺ എടുത്ത് കിഡ്നി പണയം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ബാങ്കുകാരുടെ കയ്യിൽ നിന്ന് മാതാക്കന്മാരുടെ കിഡ്നി വീണ്ടെടുക്കാനുള്ള സമയമാണിത്. അല്ല ഇതെങ്കിൽ സൊല്ലി നടക്കാൻ ശശി പറയാനുള്ള സമയമല്ല. അതാണ് ബോധം കുറിച്ചത്. അത് ഞാൻ പറഞ്ഞ അനുസരിച്ചാൽ നീ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിന്റെ കാര്യത്തിൽ ഇപ്പം തന്നെ തീരുമാനമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ കാര്യം ഇതൊക്കെ കട്ടൻ്റെയോടെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അച്ഛമ്മയുടെ വചനങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ ഒരു ടൈമുണ്ട്. എന്താ ബൈബിൾ പറയണത്? സമയത്തിന് മുമ്പേ പ്രണയത്തെ തട്ടി ഉണർത്തരുത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉത്തമഗീതം ശ്രദ്ധിക്കട്ടെ. ഉത്തമഗീതം 8:4. ജെറുസലേം പുത്രിമാരെ ഞാൻ കെഞ്ചുന്നു, സമയമാകും മുമ്പേ നിങ്ങൾ പ്രേമത്തെ തട്ടി ഉണർത്തരുതേ, ഇളക്കി വിടരുതേ. പണി കിട്ടുമെന്ന് അർത്ഥം. സമയമാകും മുമ്പ് ഇങ്ങനെയുള്ള കച്ചവടത്തിന് പോകരുത്, പണി കിട്ടാൻ സാധ്യത ഉണ്ട്. ഇതിനൊക്കെ ഒരു കാലമുണ്ട്. നിങ്ങൾ ഇന്ന് വിവാഹം കഴിച്ചാലും വിവാഹം കഴിച്ചാലും സ്നേഹിക്കണവരാണെങ്കിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു പ്രശ്നമില്ല. നമ്മുടെ സ്വന്തം കാലം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിശ്വാസം വളർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ പറ്റും. പക്ഷേ അതിക്ക് മുമ്പ് മാതാപിതാക്കന്മാരും എടുത്ത് എത്തിയിട്ടില്ല, സ്വന്തം ആങ്ങളമാരും എത്തിയിട്ടില്ല, അപ്പന്മാരും എത്തിയിട്ടില്ല, കുടുംബത്തിലിങ്ങനെ അധോഗതി കിടക്കുകയാണ്, കുടുംബത്തിലെ കടവും മാറിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കലാപരിപാടിയൊക്കെ പോയി കഴിഞ്ഞാൽ അത് ദൈവഹിതമല്ല. അതാണ് പ്രശ്നം. ദൈവഹിതം ഒരു പ്രശ്നമാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം. കാര്യം ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മേലൊരു മുഖം വെക്കുക അല്ല ദൈവം ചെയ്യണത്. നമ്മളുടെ നന്മകളെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതികളാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അതായത് ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരില്ലേ? ഇപ്പോൾ 7:21 എടുത്തേ. 7:21 മത്തായി സുവിശേഷം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 7:21. കർത്താവേ കർത്താവേ എന്ന് എന്നോട്. മത്തായി 7:21 എന്താ പറയണത്? കർത്താവേ 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 എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുക. മനസ്സിലായില്ലേ? ദൈവത്തിന്റെ ഇഷ്ടം എവിടുന്നാ വരണത്? ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് വരണത്. അപ്പം വചനത്തിൽ ഈ വിഷയത്തെക്കുറിച്ചെല്ലാം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതാണ് ദൈവേഷ്ടം എന്ന് വായിക്കണത്. നമ്മൾ എന്തിനാണ് ബൈബിൾ വായിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രാർത്ഥിക്കണത്? നമ്മൾ എന്തിനാണ് ബൈബിൾ പ്രസംഗം കേൾക്കണത്? അതിൽ ദൈവേഷ്ടമുണ്ട്, അത് ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്. അതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തെ. ഇപ്പോൾ ചില ആൾക്ക് പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു. ചില പറയും ഞാൻ 3 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ എഴുതി. നീ എഴുതിക്കോ, ഒരു പ്രശ്നമില്ല. കഴിക്കുന്നെല്ലാം മസിലുണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ ബൈബിൾ എഴുതിക്കോ. പക്ഷേ അതൊന്നും അല്ലല്ല പ്രശ്നം. ബൈബിൾ നീ 10 എഴുതിയാലും ആ ദൈവവചനം നിങ്ങൾ ദൈവവചനം വായിക്കുന്നു, അതിലെന്താണ്? നിത്യജീവനുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 5:39. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. എന്തെന്നാൽ അവയിൽ നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനം പഠിക്കുന്നതും ദൈവവചനം എഴുതുന്നതും
ദൈവവചനം വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിത്യജീവനാണ്. നിത്യജീവനെക്കുറിച്ച് യാതൊരു കാഴ്ചപ്പാടും ഇല്ലാതെ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന എന്തുമാത്രം പ്രസ്തുകാരുണ്ടാവും ഇല്ലേ? അവർക്ക് യാതൊരു കാഴ്ചപ്പാടുണ്ടാകത്തില്ല നിത്യജീവനെക്കുറിച്ച്. അവരൊരു ബിസിനസ് പോലെ ചെയ്യണതാണ്, ബൈബിൾ പ്രിൻ്റ് ചെയ്ത് വിലക്ക് വിൽക്കുന്ന പ്രസ്തുകാരൊക്കെ ഉണ്ട്. അതല്ല പ്രശ്നം. ദൈവവചനം നിങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എന്താ അന്വേഷിക്കുന്ന പറഞ്ഞത്? അതിൽ നിത്യജീവനുണ്ട്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയുടെ വചനത്തിൽ നിന്ന് നിത്യജീവൻ കണ്ടെത്തുവാൻ വചനം വായിക്കാൻ എനിക്ക് അഭിഷേകം നൽകണമേ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മുടെ ബേസിക്സ് എന്താ? ബേസിക്സ് എന്ന് പറയണത് ആധാരം, അടിസ്ഥാനം എന്താണ്? അതായത് വെളിപാട് കിട്ടണമെങ്കിൽ ഉടമ്പടി വെളിപാടിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഒക്കെ സാധ്യതയുള്ള മഹാ ആധ്യാത്മികമായ പദ്ധതിയാണ്. പക്ഷെ അതിലൊക്കെ ചെല്ലണമെങ്കിൽ സിമ്പിളാണ്. എന്താ കാര്യം? അത് 14:21 എന്താ 14:21 വായിച്ചത്? ഒന്നിനു വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ. 14:21 എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ വെളിപ്പെടുത്തുകയും ചെയ്യുമെന്നാണ്. അതിന് ആർക്ക് വേണമെങ്കിലും ദൈവം വെളിപ്പെടുത്താം. അതിന് ദൈവം ഒരു ലിമിറ്റോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വ്യക്തികളെയോ വെച്ചിട്ടില്ല. അതിൻ്റെ ഒരു മുൻ ആവശ്യം ഇത്രയേ ഉള്ളൂ: എന്നെ സ്നേഹിക്കണം, പിന്നെന്താണ്? എൻ്റെ കൽപ്പന പാലിക്കണം. അപ്പം എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുക, അത് തന്നെയാണ് ഈ ഉടമ്പടി എന്ന് പറയണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അപ്പോൾ ഈ ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് ആദ്യം എന്താ ഉണ്ടാകേണ്ടത്? ദൈവം ഈ 14:21 അനുസരിച്ച് എന്താ പറയുന്നത്? വായിച്ചോളൂ, വായിച്ചേ. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ ഈ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് ഉടമ്പടി. അത് അങ്ങനെയുള്ളവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പോഴെൻ്റെ പ്രശ്നത്തിൽ അടുത്ത വചനം എന്താണ്? എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ, ഒന്ന് പറഞ്ഞ, എന്നെ സ്നേഹിക്കുന്നവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ഇപ്പൊ കൊച്ചുരഹസ്യമാക്കി വന്നിരിക്കുന്നത് എന്താണ്? അവർക്ക് ഭയങ്കര ദൈവസ്നേഹമാണ്, അതുകൊണ്ട് വെളിപാടുണ്ട്. അതുകൊണ്ട് മകളോട് അവൾ പറയണത് എന്താണ്? നീ വിമാനത്ത് അവൾ ഒരു പൂച്ചക്കാലിനപ്പോൾ അവിടെ കാണുന്നില്ല, ഫ്ലൈറ്റ് എല്ലാം റദ്ദായി ഇരിക്കണേ, എങ്കിലും നീ അവിടെ തന്നെ നിൽക്ക്. കർത്താവ് എന്നോട് പറയണത് എന്താണ്? 4 മണിക്ക് ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളവർക്ക് 40 പേരുണ്ടാവുമെന്ന് ഇല്ല, വെറും 3 പേര്. അതിൽ ഒന്ന് ഇവളാണ്. ഇവൾക്ക് വേണ്ടി ആ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ ആ ഒരു അറിവ് ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ മനസ്സിലുള്ള അറിവ് എന്ത് ചെയ്ത് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങോട്ട് പകർന്നു കൊടുക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? ചുമ്മാ എനിക്ക് തോന്നിയതായിരിക്കും അത്. പിന്നെ ഇപ്പോഴല്ലേ കോവിഡ് കാലത്തല്ലേ ഫ്ലൈറ്റ് ഉണ്ടാക്കാം, എന്നെ പ്രാന്താ. പിന്നെ ഒരാൾക്ക് വേണ്ടി ഒരു ഫ്ലൈറ്റ് മുഴുവനും അങ്ങോട്ട് ചാർട്ട് ചെയ്യാൻ പോകണം, ഇതൊക്കെ നോൺസെൻസാണ്. അതൊക്കെ ചുമ്മാ എൻ്റെ ഇഷ്ടം കൊണ്ട് അങ്ങ് തോന്നിയതാണ് എന്നൊക്കെ പറഞ്ഞ് ചേർത്തി തള്ളിക്കളഞ്ഞില്ല. ചേർത്തി ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു, നീ അവിടെ തന്നെ വിമാനത്ത് അവിടെ നിൽക്ക്. എന്താണ്? 4 മണിയാകുമ്പോൾ ഒരു ഫ്ലൈറ്റ് സ്റ്റാർട്ടാവും. അത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കണതാണ്. എന്ന് വെച്ചാൽ ബൈബിൾ കാലത്ത് പോലും നടക്കാത്ത കാര്യങ്ങളാണ് ദൈവം ഈ ഉടമ്പടിയിലൂടെ ഇക്കാലത്ത് നടക്കണത്. നമുക്ക് ചെയ്ത് ഞെട്ടിപ്പോവും. നിങ്ങളെ കൈവച്ചിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, നിങ്ങളുടെ രക്ഷയുടെ ഒരു സംവിധാനത്തിലാണ് ദൈവം നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ എന്തിനാണ് ശാസ്ത്രപൂർവ്വം സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചില ആൾക്കാർ ബുദ്ധിബോധമില്ലാതെ ആരെങ്കിലും പറയണേ കേട്ട് കൊണ്ടുവന്ന് നിങ്ങളെ അപേക്ഷകത്തിലെ പോലെ എഴുതിയിട്ടുണ്ട്. അവരൊക്കെ റീതിങ്ക് ചെയ്തിട്ട് കറക്റ്റ് ഉടമ്പടിയുടെ ഫോർമാറ്റ് വരണം. ഉടമ്പടിക്ക് ആദ്യം എന്താ വേണ്ടത്? ദൈവസ്നേഹമാണ് വേണ്ടത്. ഇപ്പം ദൈവസ്നേഹം ആദ്യമായിട്ട് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, ദൈവസ്നേഹമാണോ നിങ്ങളുടെ വ്യക്തികളുടെ സ്നേഹം ഉണ്ടാകും, വസ്തുക്കളോട് സ്നേഹം ഉണ്ടാകും, വിഷയങ്ങളോട് താല്പര്യം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ ദൈവസ്നേഹത്തേക്കാൾ കൂടുതലാണോ നിങ്ങളുടെ വിഷയങ്ങളോട് താല്പര്യമെന്ന് നിങ്ങൾ ആത്മശോധന ചെയ്യണം. നിങ്ങൾ നോക്കണം. എനിക്ക് വീടില്ലെന്ന് വിചാരിച്ചോ, വീട് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഉടമ്പടി ചെയ്തത്. അപ്പോൾ നമ്മൾ ഉടനെ ആൾക്കാരെല്ലാം നമ്മൾ സ്ക്രൂ ചെയ്തു. ഉടമ്പടി നമ്മൾ ചെന്ന ഒരു ഉടമ്പടി എടുത്താൽ മതി, പിറ്റേ ദിവസം തന്നെ ലൈഫ് മിഷൻ്റെ വീട് നമുക്ക് അനുവദിക്കും. അപ്പോൾ പഞ്ചായത്തിൽ ഒരു 16-ാം തീയതി ലൈഫ് മിഷൻ്റെ വീടുണ്ടെങ്കിൽ അതിനുവേണ്ടി ചില കാണ്ടാമൃഗം വന്ന് ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ 16-ാം തീയതി പറഞ്ഞ് ഈ ചില ആൾക്കാർ ദീർഘശ്വാസം വായു വലിക്കണ പോലെ വായു വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുദ്ധിബോധമില്ലാത്ത പിശാചുക്കളെ ദൈവത്തിൻ്റെ വചനങ്ങൾ അറിയാൻ പാടില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൈയും കാര്യം കെട്ടാൻ വേണ്ടി പിശാചിനെ വേഷം കെട്ടി വന്നിരിക്കുകയാണ്.
അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ചെയ്യേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വീടിനേക്കാൾ വലുതാണ് കർത്താവെന്ന് കർത്താവിന് തോന്നണം. അതാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. നിങ്ങൾ ദൈവസ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ മകളുടെ കല്യാണം, അല്ല നിങ്ങളുടെ മകളുടെ ഓഫർ ലെറ്റർ, അത് നിങ്ങളുടെ ഇൻ്റർവ്യൂ, ആ ഇൻ്റർവ്യൂ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ മകൾ പറഞ്ഞു, എൻ്റെ അമ്മ ഇതാണ് അമ്മ പറഞ്ഞ ഉടമ്പടി, പിന്നെയും പോയില്ല. ഓരോ വിഷയം. പണ്ട് എനിക്ക് ഉടമ്പടി എടുക്കുന്ന മുമ്പ് 2 മൊഴിയുടെ പോയുള്ളായിരുന്നു. ഉടമ്പടി എടുത്തപ്പോൾ 3 പോയില്ല. ഇതാണ് നിങ്ങൾ പറഞ്ഞ ഉടമ്പടി എന്ന് മകൾ നമ്മളെ കയറ്റി കയറുമ്പോൾ നമ്മൾ വാക്കാണ്ടാമൃഗം പറഞ്ഞ് കേട്ടിട്ട് ദൈവത്തെ പറഞ്ഞു, ദൈവമേ ഇതാണ് ഉടമ്പടി. പണ്ട് എൻ്റെ മകൾ ഉടമ്പടി എടുക്കായിരുന്നു, ഇപ്പോൾ തമ്മിൽ 2 മൊഴികൾ കിട്ടുമായിരുന്നു. ഇപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ 3 മൊഴികളും പോയി. എൻ്റെ മകളെ ദൈവം നിൻ്റെ സ്വഭാവം ഇതായത് കാരണം നിൻ്റെ സ്നേഹത്തെ ദൈവം പരീക്ഷിക്കുകയാണ്. അതിനൊരു ബുദ്ധിയും ബോധം നമുക്കുണ്ടാകണം. കാരണം ദൈവത്തിൻ്റെ പ്രഖ്യാപിത നിലപാട് നയത്തിൻ്റെ പരിപാടികൾ എന്താണ്? ആദ്യം തന്നെ ഈ സംഭവം പരീക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് ഈ ആത്മീയം ഉള്ളതുപോലെ കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്. എന്താ കാര്യം എന്നാ പറഞ്ഞറിയാമോ? കർത്താവ് എന്നോട് പറഞ്ഞുള്ള കാര്യം, നീ സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളെ സംരക്ഷിക്കണം. അത് മണ്ണോട് മണ്ണ് തീർന്നിരിക്കുകയാണ്. അപ്പം ഞാൻ പട്ടം കിട്ടി പുറത്ത് വന്നപ്പോൾ കർത്താവ് എന്നോട് ആദ്യം പറഞ്ഞ കാര്യങ്ങൾ ഒന്നിതാ, ജനങ്ങളുടെ നവീകരണം വിശുദ്ധീകരണം എല്ലാം പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞ് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളുണ്ട്, അത് മിഷണറി സാഹിത്യമാണ്, മിഷണറി സമ്പ്രദായങ്ങളാണ്, അത് നീ റീക്രിയേറ്റ് ചെയ്യണം, റീജുവിനേറ്റ് ചെയ്യണം. അതിനകത്ത് പുത്തമ്പാനുണ്ട്, അമ്മാനമുണ്ട്, ദേവാസ്തവിളിയുണ്ട്, പിച്ചപ്പാട്ടുണ്ട്, അണ്ണായിപ്പാട്ടുണ്ട്, പരിചമുട്ടുകളിയുണ്ട്, പരിചബീസ്തുകളിയുണ്ട്, ചവിട്ടുകളകുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പോയി കിടക്കുകയാണ്. എല്ലാം നീ തിരിച്ചു വിടാൻ പറയും. അപ്പം അന്ന് പോലെ ഇന്ന് വരെ നിങ്ങൾക്കറിയാമല്ലോ, കൃപാസനം പത്രം ലക്ഷങ്ങൾ വായിക്കുന്ന പത്രങ്ങളാണ്. എല്ലാ പത്രത്തിലും ഉണ്ടാകും സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങൾ അല്ലേ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചവിട്ടുനാടകം ഇവിടെ വൈക്കത്ത് കളിച്ചു, അതിന് മുമ്പ് 1 മാസം ചവിട്ടുനാടകം നമ്മുടെ പട്ടുമല കളിച്ചു. എല്ലാ ദിവസവും ഇതുണ്ട്. കാര്യം ഇത് സഭയുടെ സാംസ്കാരിക കലാപൈതൃകങ്ങളാണ്, മിഷൻ്റെ ഭാഗമാണത്. അപ്പോൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ആദ്യമായിട്ട് മലയാളത്തിൽ തിരയും തീരക്കാറ്റും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, ചവിട്ടുനാടകം, ചരിത്ര നാടകം, അതുപോലെ തന്നെ ഭക്തിപ്രധാനമായ നാടകങ്ങളുണ്ട്, ബിജിന നാടകം, അതുപോലെ തന്നെ ജ്ഞാനസുന്ദരി നാടകം, ഇങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ പുണ്യാളന്മാരുടെ നാടകമുണ്ട്, അതുപോലെ തന്നെ ഗീവർഗീസ്, മിസ്റ്റർ സെബസ്ത്യാനോസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി, എന്തുകൊണ്ടാണ് ഈ നാടകത്തിന് ജനജീവിതവുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്? അതാത് കാലത്തുള്ള കാലിക പ്രശ്നങ്ങളെ നാടകത്തോടെ അവതരിപ്പിച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങളോട് എന്തുകൊണ്ടാണ് ഇതിന് സംവേദിക്കാൻ പറ്റാത്തത്? അങ്ങനെ ചിന്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞുകൊണ്ട് 97 നരസിംഹറാവു കടൽ വിറ്റായിരുന്നു. അതുകൊണ്ട് തീരപരിപാലന നിയമം വന്നപ്പോൾ ശരിക്കും നമ്മൾ തീരം നമുക്ക് ജീവിക്കാൻ പറ്റാത്ത പരുവത്തിലായി. പിന്നെ തീരക്കടലിലാണെങ്കിൽ ബോട്ടുകാരൻ ട്രോൾ ചെയ്ത് നാടൻ മത്സ്യത്തൊഴിലാളി പട്ടിണിയിലുമായി. അപ്പോൾ ഇതൊക്കെ സംഘർഷം അനുഭവിക്കുന്ന സമയത്ത് ഞാൻ 94 തിരയും തീരക്കാറ്റും എന്ന് പറഞ്ഞ് നാടകം എഴുതി കളിക്കാൻ പോയത്. ഇന്ന് രാത്രി കളിയുണ്ടെങ്കിൽ പകൽ സ്റ്റേജ് ഇട്ടപ്പോൾ കുറേ ആശാന്മാർ നാടകം കളിക്കുന്ന ആശാന്മാർ പകൽ ചവിട്ടാട സ്റ്റേജ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സ്റ്റേജിനോടെ പോയി നിൽക്കുന്നത്, എല്ലാം ഓരോ മൂവ്മെൻറ്റിനും ഞാനിവിടെ ഉണ്ട്. അപ്പോൾ നിൽക്കുമ്പോൾ ഈ പകൽ 12 മണിക്ക് ഈ ഇട്ട സ്റ്റേജിൻ്റെ പുറത്ത് കയറി ചവിട്ടാടക ഈ ആശാന്മാർ ചവിട്ടുകയാണ്. അവിടെ കവിത്വമെടുത്ത് കലാശം കൊട്ടുകയാണ്. അതിൻ്റെ ഭയങ്കര ഈ താണ്ഡവമായത് കാരണം ചവിട്ടിപ്പൊളി ചിലപ്പോൾ അവിടുത്തെ വേദി തന്നെ ഒടിഞ്ഞു വീഴും. അത്രയും ഉഗ്രം ചവിട്ടി അവിടെയാണ്. അപ്പോൾ എനിക്ക് വിറഞ്ഞ് ഞാൻ അപ്പം നിങ്ങൾ എന്നാ പ്രാന്താ കാണിക്കണേ, എനിക്ക് നാണുണ്ടോ, താഴെ ഇറങ്ങി നിന്നേ. അപ്പോൾ പറഞ്ഞ അച്ഛാ, ഇപ്പം പകരി സാധനം ചവിട്ടി നോക്കിയാലുണ്ടല്ലോ, രാത്രി നാടകം കളിക്കുമ്പോൾ ഇത് ഒടിഞ്ഞു പോയാൽ ജനങ്ങളുടെ മുമ്പിൽ മുഴുവൻ നമ്മൾ നാണം കെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാ ചവിട്ടിക്കൊള്ളാൻ പറഞ്ഞു. എന്താ സംഭവം? സ്റ്റേജ് അവരെന്താ നോക്കണത്? സ്റ്റേജിന് വിസ്താരമുണ്ടോ, സ്റ്റേജിന് പൊക്കമുണ്ടോ? അതൊന്നുമല്ല നോക്കണത്. സ്റ്റേജ് നല്ല കാണാൻ ഭംഗിയാണോ എന്നൊന്നുമല്ല നോക്കണത്. സ്റ്റേജിനെ വിശ്വസിക്കാൻ കൊള്ളാമോ, തട്ടിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? അതാണ് ഇസ് ഇറ്റ് റിലയബിൾ? വിശ്വസിക്കാൻ പറ്റുമോ? ദൈവം അത് തന്നെ നോക്കണത്. നിൻ്റെ സൗന്ദര്യമോ, നിൻ്റെ ആരോഗ്യമോ, നിൻ്റെ ജോലിയോ, നിൻ്റെ പെൻഷനോ, നിൻ്റെ വസ്തുക്കളോ ഒന്നും നോക്കത്തില്ല. ഈ പണ്ടാരത്തിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? അതാണ് പ്രശ്നം. ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാമോ? ഈ ഒരാളിൻ്റെ അടുത്താണ് വന്ന് തലവെച്ചെടുത്തിരിക്കണം. മനസ്സിലായില്ലേ? ഈ ഒരാളിൻ്റെ അടുത്ത് വന്നാൽ നമ്മൾ തലവെച്ചിരിക്കണം ഉടമ്പടിയിൽ. ദൈവം ആദ്യം നോക്കണത് എന്താണ്? ഇതിനെ വിശ്വസിക്കാൻ കൊള്ളാവോ? ഈ വിശ്വസിക്കാൻ കൊള്ളാവോന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ ബാബു ഫിലിപ്പ് എന്നും പറഞ്ഞൊരുത്തൻ വന്ന് ഉടമ്പടി ചെയ്ത്, പത്തനംതിട്ടക്കാരനാണ്. കക്ഷി കർണാടകയിൽ പോയി റബ്ബർ വെട്ടുകയാണ്. അപ്പോൾ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിയോട് പല ആൾക്കാർ പുള്ളിക്കാരൻ പയ്യന്നൂർ നിൽക്കുന്ന സമയത്ത് 2 പയ്യൻസ് വന്നിട്ട് കൃപാസനം പത്രം കൊടുക്കും. അപ്പോൾ പുള്ളിക്കാരൻ പത്രം വായിക്കും, പുള്ളിക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ പുള്ളിക്കാരൻ പറയും, മാതാവേ ഞാൻ കർണാടകയിൽ നിൽക്കുകയാണ്, എനിക്ക് ഒന്ന് നിൻ്റെ അടുത്ത് വരാൻ ഒത്തെങ്കിൽ ഭയങ്കര ഭാഗ്യം വരണം. എൻ്റെ ജീവിതം കടങ്ങളുണ്ട്, പിന്നെ എൻ്റെ വരുമാനമൊക്കെ മോശമാണ്, റബ്ബറൊന്നും പാല് തരണില്ല, അകപ്പാടെ വിഷമമാണെന്നൊക്കെ പക്ഷേ എനിക്ക് വരാൻ പറ്റണില്ല. കാര്യം റബ്ബർ വെട്ട് കഴിഞ്ഞിട്ട് എങ്ങനെ പോകും? അപ്പോൾ മാർച്ചിലാണ് മറ്റേ വെട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് മാർച്ച് കഴിയുമ്പോൾ വരാമെന്ന് മാതാവിനോട് പറഞ്ഞ്, ഞാൻ മാർച്ച് കഴിയുമ്പോൾ വന്നേക്കാമെന്ന് പറഞ്ഞു ഉടമ്പടിയെടുക്കാൻ വേണ്ടി. പക്ഷേ അമ്മയോട് ഇത് പറഞ്ഞപ്പോൾ അമ്മ എന്നാ എന്ന് വെച്ച് കഴിഞ്ഞാൽ
മാർച്ചിന് മുമ്പ് തന്നെ ഇയാൾക്ക് വരാനുള്ള ഒരു അനുഗ്രഹം കൊടുത്ത്. അപ്പോൾ ഈ റബ്ബർ വെട്ടുകാരന് ആ സഹോദരൻ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ ഇവ ചെറുതിട്ട് ഒരു വീട്ടിൽ ചെല്ലും. കർണാടകത്തിൽ ഒരു മുതലാളിയുടെ റബ്ബറാണ് വെട്ടണത്. അപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് ഇയാളെ സ്വീകരിക്കുകയാണ്. ഇയാളെന്താ പറയണമെന്ന് അറിയാമോ? മകനെ, നീ ഉടമ്പടി എടുത്തപ്പോൾ രക്ഷപ്പെട്ടത് ഞങ്ങളാണ്. അപ്പോൾ ഇയാൾ അന്തം വിട്ടു പോയി. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്നാ പറ്റി? അല്ല, നീ വെട്ടണ റബ്ബർ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ കണ്ടില്ലേ? അയാൾ ആ റബ്ബർ തോട്ടത്തിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി കുറച്ചുകൂടി പാല് കിട്ടാൻ വേണ്ടിയാണ് വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. റബ്ബറിന് പാല് കുറവാണ്. അപ്പോൾ ഇത്തിരി പാല് കിട്ടാൻ വേണ്ടിയാണ് ആ മനുഷ്യൻ വന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഈ ഉടമ്പടിയും ചെയ്ത് അവിടെ ചെന്നപ്പോൾ എന്നാ പറ്റി? ആ പുള്ളിക്കാരൻ വെട്ടിക്കൊണ്ടിരുന്ന റബ്ബർ തോട്ടം വിറ്റുപോയെങ്കിൽ അയാൾ ഉടനെ ഈ മനുഷ്യൻ ഉടനെ പറയുവേ, സാരമില്ല, മാതാവ് എനിക്ക് വേറെ എന്തെങ്കിലും കണ്ടു കാണും, എൻ്റെ ജീവിതമാർഗ്ഗം മുട്ടിപ്പോയില്ലേ, അപ്പോൾ അമ്മ എനിക്കതിനും കണ്ടു കാണും. അതുകൊണ്ട് ഈ മനുഷ്യൻ എൻ്റെ പേരിൽ നിരാശയോ സങ്കടമോ ഇല്ല. ബുദ്ധിയും ബോധം ഇല്ലാത്തവരാണെങ്കിൽ പോയി ഉടമ്പടി എടുത്തപ്പോൾ വിളക്കാന്ന് വെച്ചാൽ പാണ്ടായില്ലാന്ന് പറഞ്ഞ് പോയി വേണമെങ്കിൽ 2 സ്മോൾ അടിച്ചിട്ട് ദൈവത്തിൽ തരും പറയും. ഇതാണ് വിഷയത്തിൽ വരണത്. അപ്പോൾ ഇയാൾ ഈ ഉടമ്പടി എടുക്കുന്നവർക്ക് നമ്മൾക്ക് ഈ ദൈവികമായ മനസ്സുകൾ വെളിപ്പെടുന്നത് വ്യത്യസ്തമായ കാലാവസ്ഥ കാണിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ കാണാൻ നമുക്കൊരു ബുദ്ധി ഉണ്ടാകണം. ഈ മനുഷ്യൻ വെയിറ്റ് ചെയ്തിട്ട് ഇയാൾ പറയണേ, ഞാൻ ഏതായാലും ഇപ്പം ഞാൻ ഫ്രീ ആയി, എൻ്റെ തോട്ടം പോയില്ലേ, അപ്പോൾ ഞാൻ ഫ്രീ ആയി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? 2 മണിക്ക് ഞാൻ എഴുന്നേക്കലാണ്. റബ്ബർ തോട്ടത്തിൽ പോകണമെങ്കിൽ 3 മണിക്ക് എത്തണം. അവിടെ 6 മണിക്ക് മുമ്പ് വെട്ടി തീരണം. അപ്പോൾ ഞാൻ 2 മണിക്ക് എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് വെട്ടാത്ത തോട്ടയിലില്ല, ഞാൻ കൈവരിച്ച് നിന്നോട് കൊന്ത കയറ്റുമെന്ന്. അതാണ് ഒരു സാഹചര്യത്തെ ആ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന രീതി കണ്ടില്ലേ? ഞാൻ 2 മണിക്ക് എഴുന്നേറ്റ് പോകും, കാര്യം ഞാൻ ഇങ്ങനെ പരിചയിച്ച് പോയതാണ്. പക്ഷേ വെട്ടാൻ തോട്ടമില്ല. അത് ഞാൻ കൈവരിച്ച് വന്നുകൊണ്ട് ജോമാല ചെല്ലും. രാവിലെ ഞാൻ പള്ളിയിൽ പോകും, പക്ഷേ എനിക്ക് പള്ളി അടുത്തൊന്നുമില്ല, ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് കുർബാന കാണാൻ പോകും. അപ്പോൾ എന്നാ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റബ്ബർ തോട്ടം പോയി, പക്ഷേ ദൈവത്തോടുള്ള ഉടമ്പടി അയാൾ മുടക്കണില്ല. അങ്ങനെ ഒരു ദിവസം വന്ന് പുള്ളി ടൗണിൽ ചെന്നപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞ്, എടാ എന്താ നീ കറങ്ങി നടക്കണത്, പണിയൊന്നുമില്ലേ? അപ്പോൾ പറഞ്ഞ് എൻ്റെ തോട്ടം വിറ്റുപോയെന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, നീ വാ, നിനക്ക് 2 തോട്ടം തരാമെന്ന് പറഞ്ഞു. 2 തോട്ടം കൊടുക്കുക തന്നെയില്ല. അയാൾ പറയണത് ഈ മാതാവാണ് എനിക്ക് റബ്ബർ വെട്ടി തന്നതെന്ന്. എന്താ കാര്യം? ഇങ്ങനെ ചറം ചീറ്റിക്കൊണ്ടിരിക്കുന്ന സംഭവം. അതായത് ഈ മനുഷ്യൻ മറ്റ് റബ്ബർ തോട്ടത്തിൽ കിടന്നിരുന്നെങ്കിലേ അയാൾ നശിച്ചു പോയേനം, വരുമാനമില്ലാതെ. അമ്മയ്ക്ക് ഇയാളെ മാറ്റണം. അതുകൊണ്ട് ഇയാൾ വിറ്റെന്താ? ഇയാൾ പറഞ്ഞത് അവിടെ ചറം കൊള്ളി കിട്ടണമെന്നാണ് പറഞ്ഞത്. അത് നടക്കാത്ത കാര്യമായതുകൊണ്ട് അമ്മ ഇയാൾ അവിടുന്ന് മാറ്റിയിട്ട് വേറെ തോട്ടം കൊടുത്തിട്ട് 1-ന് 2 തോട്ടം കൊടുത്ത്. ആ സാക്ഷ്യം കേൾക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരുന്ന ഒരു സാക്ഷ്യങ്ങളുടെ പിന്നെ വിഷയത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുന്നവർ വളരെ ഇൻ്റലിജൻ്റ് ആയിരിക്കണം. പിന്നെ ശ്രദ്ധ ഉണ്ടാകണം. പിന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഈ പഴയ അഭ്യാസം കാണിച്ച് പണി മേടിക്കരുത്. കാര്യം ദൈവം നോക്കണത് ഈ റബ്ബർ തോട്ടം വിറ്റാൽ, ഇവൻ്റെ റബ്ബർ തോട്ടം വിറ്റാൽ ഇവൻ തിരിച്ചെന്നെ തന്തയ്ക്ക് വിളിക്കുമോ എന്നാണ് ദൈവം നോക്കണത്. മനസ്സിലായില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? ചവിട്ട് നോക്കണേ, ചവിട്ട് നടക്കാരൻ പകരം ചവിട്ടത്തില്ലേ, അതുപോലെ ഇത് ഒടിയുവാന്ന് ചവിട്ട് നോക്കും. നിന്നൊക്കെ ആദ്യം കിട്ടാൻ പോണ പണി നീ ഒടിയുവാ ഇല്ലെന്നേ നോക്കത്തുള്ളൂ. അതായത് മിക്കവാറും ഞാൻ ഇന്നലെ കണ്ടിരിക്കേണ്ട 40% ആൾക്കാരും ഉടമ്പടി എടുത്തവർ ആദ്യത്തെ ദൈവത്തിൻ്റെ ചവിട്ടിൽ തന്നെ സാധനം ഒടിഞ്ഞു മാറും. പിന്നെ പ്രാർത്ഥനയില്ല, പള്ളിപ്പോക്കില്ല, ദാനധർമ്മമില്ല, വീട്ടിലാരുടെ മിണ്ടത്തില്ല, ഒരു പരിപാടിയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നമ്മുടെ ഈ റബ്ബർ പലക പോലുള്ള ആൾക്കാർ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ ഓർക്കുക, ഇത് വിശ്വസ്തതയുടെ പ്രാർത്ഥനയാണ്. ഇതിനെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തനം 7:9. ഇതുപോലെ തന്നെ നമ്മുടെ 11:21, 17 വായിച്ചില്ലേ? 17:21. അതുപോലെ തന്നെ ഉടമ്പടി വചനമാണ്. നിയമാവർത്തനം എത്രയാണ്? 7:9. അതിനാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ദൈവം. തന്നെ സ്നേഹിക്കുകയും ആദ്യം തുടങ്ങുന്നത് എന്താണ്? തന്നെ അവിടുന്ന് തുടങ്ങണം. ഉടമ്പടി തുടങ്ങണം എങ്ങനെയാണ്? തന്നെ സ്നേഹിക്കുകയും. ആദ്യം ചെയ്യണം. അല്ലാതെ നിങ്ങളുടെ IELTS സ്നേഹിക്കുകയും നിങ്ങളുടെ വസ്തുവിനെ സ്നേഹിക്കുകയും നിങ്ങളുടെ ഭർത്താവിനെ സ്നേഹിക്കുകയും ഭാര്യയെ സ്നേഹിക്കുകയും ചെയ്യണമല്ല. ആദ്യം എന്താണ്? ദൈവത്തെ സ്നേഹിക്കണം. അതാണ് ഇവിടെ നിന്ന് ഉടമ്പടി തുടങ്ങണത്. പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും, പറഞ്ഞ് തന്നെ സ്നേഹിക്കുകയും അടുത്ത വചനം, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട്, തന്റെ കൽപ്പന പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഉടമ്പടി പാലിക്കുകയും അചഞ്ചലമായ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിശ്വസ്തനായ ദൈവം. അപ്പൊ വിശ്വസ്തനായ ദൈവമാണ്. അതായത് ഇതുപോലെ തന്നെയാണ് വിശ്വസ്തത നമുക്ക് വേണ്ടത്. അത് ദൈവം പറയുന്നുണ്ട്. എന്താണ്? കർത്താവ് വിശുദ്ധിയുള്ളവരെ പോലെ നമ്മളും വിശുദ്ധരായിരിക്കാൻ പറയുന്ന പോലെ തന്നെയാണ് ഈ വിശ്വസ്തത. എങ്ങനെയാണ് ദൈവം അളക്കണത്?
നമ്മുടെ വിശ്വസ്തത അളക്കണത് ആദ്യമേ തന്നെ തരികിട കാര്യങ്ങൾ സംഭവിക്കും. ഉടമ്പടി എടുത്ത് ആദ്യത്തെ മാസവും രണ്ടാമത്തെ മാസവും മൂന്നാമത്തെ മാസമൊക്കെ ചില സമയത്ത് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ചില ആൾക്കാർ എന്ത് ചെയ്യും, അതുകൊണ്ട് ഉടമ്പടി എടുത്തിട്ടും പിന്നെ സങ്കടത്തിന് നമ്മൾ ജപ്തി നടപടിക്ക് മാറ്റമൊന്നുമില്ലല്ലോ. ഉടമ്പടി എടുത്തിട്ടും പിന്നെ ഞാൻ പിന്നെ പരീക്ഷയ്ക്ക് പിന്നെ തോറ്റല്ലോ, ഉടമ്പടി എടുത്ത് പിന്നെ ഞാൻ ഇൻ്റർവ്യൂ തോറ്റല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയ്ക്ക് താമസിച്ച് എഴുന്നേക്കും, പത്രം കൊടുക്കത്തില്ല, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യത്തില്ല, ആക്കാനും വേണ്ടി ഒക്കാനിക്കൂടെ ഒപ്പിച്ചുണ്ടാക്കി കൊടുത്ത് വരുത്തി തീർക്കും. ഇങ്ങനെയുള്ള വാദപ്പരിപാടിയൊക്കെ കാണിക്കും. അതോടുകൂടി നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി, നിങ്ങൾ ഉടമ്പടിയിലല്ല. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് ദൈവത്തിൽ നിന്ന് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഇത് ടെസ്റ്റാണ്, ചവിട്ടി നോക്കുകയാണ്, ഒടിവാൻ നോക്കുകയാണ്. ഞാൻ ഒടിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരട്ടി ചെയ്യണം. കൈ ഇട്ടിച്ച് കർത്താവ് ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഈ വിശ്വസ്തത കാണിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ദൈവസ്നേഹം വേണം. അല്ല, വിശ്വസ്തത കാണിക്കണമെങ്കിൽ കത്തോലിക്കനായിരിക്കണം, അല്ല ക്രിസ്ത്യാനി ആയിരിക്കണം എന്നല്ല ഞാൻ പറയണത്. വിശ്വസ്ത കാണിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം. ഉടമ്പടിയിലെ ഗുണം അതാണ്. ആർക്ക് വേണമെങ്കിലും മുതൽ മുടക്കാം. ദൈവത്തോട് വിശ്വസ്തത ഉണ്ടായാൽ മതി. ആർക്ക് വേണമെങ്കിലും. നീ ഇപ്പോൾ ജ്ഞാനസ്നാനപ്പെട്ടിട്ടില്ല, നീ ക്രിസ്ത്യാനി അല്ല, ബേസിക്കായിട്ട് അല്ലെന്ന് തന്നെ വിചാരിച്ചോ. പക്ഷേ നീ ഇതിനകത്ത് ദൈവത്തോട് നീ അല്പം സ്നേഹം കാണിച്ചാൽ, ഒരു ചെറിയ സ്നേഹം കാണിച്ചാൽ മതി, നീ നശിച്ചു പോകാൻ അനുവദിക്കത്തില്ല. സത്യസന്ധമായ ഒരു ഉഴക്ക സ്നേഹം നീ ദൈവത്തോട് കാണിച്ചാൽ നീ നശിച്ചു പോകാൻ. ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. 5 എന്നാണ് ആ മോള് തുടങ്ങിയത്. അവളുടെ അമ്മായിയമ്മയാണ്. അമ്മായിയമ്മയാണ് എൻ്റെ അവൾ പറയുന്നുണ്ട്, അമ്മായിയമ്മയാണ് യഥാർത്ഥ അധികാരി ഉടമ്പടിയുടെ. അങ്ങനെ പറയണത് അനുഗ്രഹത്തിൻ്റെ അധികാരി എൻ്റെ അമ്മായിയമ്മയാണ്, ഞാൻ അവരുടെ മകൻ്റെ ഭാര്യയാണ്. അമ്മ വഴി ഞങ്ങളുടെ വീട്ടിൽ നടന്ന കാര്യമാണ് ഞങ്ങൾ പറയാൻ വന്നത്. ഞങ്ങൾ 3 പേരും വന്നിട്ടുണ്ട്. അത് രസമാണ് സാക്ഷ്യം, ഇന്നിട്ടിട്ടുണ്ട് രാവിലെ. അതെന്താണ് സംഭവിച്ചത്? പരമേശ്വരി അമ്മ ഒരു നായർ സ്ത്രീയാണ്, സഹോദരിയാണ്, വൈക്കത്തുകാരത്തിയാണ്. അവർ പറയണത് അവർ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകും, എല്ലാ ദിവസവും. ഇപ്പോൾ അവിടെ പ്രശ്നം ആദ്യം പറയാം. അവിടെ പ്രശ്നം എന്ന് പറയണത് അവരുടെ മകൻ കല്യാണമൊക്കെ കഴിച്ചു. അപ്പോൾ അവർക്ക് കിട്ടിയ സ്ത്രീധനം കുറച്ച് കാര്യങ്ങളുണ്ട്. കച്ചവടം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവൻ്റെ മകന് ഒരു പുറത്ത് പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് നാട്ടിൽ തന്നെ ജോലി ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടിയ കാശിന് അവർ ഒരു കച്ചവടം തുടങ്ങി. പക്ഷെ 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ കാശെല്ലാം കച്ചവടം ചെയ്ത് തീർന്ന് കുടുംബം വെളുത്തുപോയി. കുടുംബം വെളുത്തോടുകൂടി ഈ ചേച്ചിക്ക് ഭയങ്കര സങ്കടമായി. ഇവർക്ക് ഉറക്കമില്ലാതെ ഇവൾ മരുമകളോട് പറഞ്ഞു, എടി മകളെ, ഇപ്പോൾ കച്ചവടം പൂട്ടാനായല്ല, ഇങ്ങനെ പോയാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ മകനോട് പറഞ്ഞ്, ഭർത്താവിനോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സങ്കടപ്പെടണമല്ല, നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ ഇവൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു കൂട്ടുകാരനെ കണ്ട് പരിചയപ്പെട്ടപ്പോൾ കൂട്ടുകാരൻ ഇവനെ വിദേശത്ത് കൊണ്ടുപോയി. അപ്പോൾ അവരങ്ങനെ കടം മേടിച്ച് 6 ലക്ഷം രൂപ കടം മേടിച്ചിട്ട് അവർ വിദേശത്ത് പോയി. അപ്പോൾ വിദേശത്ത് പോയെങ്കിൽ ദുബായിലാണ് പോയെങ്കിൽ ഈ പറഞ്ഞ ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ജോലി കിട്ടാതെ കടം ബാങ്കിൽ ഇങ്ങനെ പലിശ പെരുകിക്കൊണ്ടിരിക്കുന്നു, ജോലിയും വരുമാനമൊന്നും ഇല്ല. അപ്പോൾ ഈ 3 കുടുംബം നോക്കണത് ഈ ഒരു ഒറ്റ മകനാണ്. അവന് വരുമാനമില്ല. അവൻ ഇടയ്ക്ക് എല്ലാ ദിവസവും വിളിക്കും, അമ്മ ജോലിയൊന്നും ആയില്ല, ഞാൻ പല കമ്പനി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ആയില്ല. ഇനി ഓരോ ദിവസം ഓരോ കമ്പനി ഇൻ്റർവ്യൂവിന് പോകും, പക്ഷെ തോക്കും, അവർ വിളിക്കത്തില്ല. അപ്പോൾ അവനവിടെ ലോഡ്ജിൽ താമസിക്കും. അപ്പോൾ അതിൻ്റെ കാശും തീരാനായി. ഇങ്ങനെ ജീവിതം ആകെപ്പാടി അങ്ങോട്ട് തീരുകയാണ്. അപ്പോൾ ഈ പരമേശ്വരി അമ്മ എപ്പോഴും ഉള്ളിൽ പോയി ഇങ്ങനെ, അവർക്ക് ഉറക്കമില്ല. രാത്രി ഇങ്ങനെ അവർ എഴുന്നേറ്റ് നടക്കും വീട്ടിൽ, ഇത് കേട്ടിട്ടേ സങ്കടപ്പെട്ടിട്ടേ. അപ്പം മരുമകൾ പറയും, അമ്മ ഇങ്ങനെ ദൈവങ്ങളെ വിളിക്കണമല്ല, നമ്മളെ സഹായിക്കും, അമ്മ വന്ന് കിടന്ന് ഉറങ്ങ്. പക്ഷേ ഇവർക്ക് കിടന്നാൽ ഉറക്കം വരത്തില്ല, കുടുംബം പട്ടിണിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ലാത്തൊരു ജീവിതമാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഇവർ പെട്ടെന്നും, ദൈവമേ എനിക്കൊരു മാർഗ്ഗമില്ലേ എന്നിങ്ങനെ ദൈവത്തോട് ചോദിക്കും. അപ്പോൾ ഇവർ സ്വപ്നം കാണാം. സ്വപ്നം കണ്ടാൽ പിന്നെ സ്വപ്നം തന്നെ കണ്ടില്ലേ, ഇവർ സ്വപ്നം കാണും. സ്വപ്നം ഇതാണ്, അവരെല്ലാ ദിവസവും കുളിച്ച് കുറിയിട്ട് അവരുടെ അടുത്ത് 100 മീറ്റർ അകലെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ക്ഷേത്രത്തിലൂടെ എല്ലാ ദിവസവും പോകും. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോകുന്ന പോലെ ഇവർ സ്വപ്നത്തിൽ രാവിലെ കുളിച്ച് കുറിയിട്ട് സ്വപ്നത്തിൽ ക്ഷേത്രത്തിലൂടെ പോവുകയാണ്. പക്ഷേ ഇവർ ആ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രത്തിലൂടെ പോയിട്ട് നടന്നിട്ടും കുറേ നടക്കാനുണ്ട്. അവർ ആ 100 മീറ്ററൊന്നുമല്ല, 1000 മീറ്റർ നടന്നിട്ട് എത്തണില്ല. അപ്പോൾ ഇവർക്ക് സംശയമായി, ഇതെന്താ ക്ഷേത്രം കാണുന്നില്ലല്ല, എത്തണില്ലല്ല, സ്ഥലത്തെത്തണില്ലല്ല, ഇതെന്ത് പറ്റി, നടന്ന് ഞാൻ കുഴഞ്ഞല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അവസാനം ഇവർ ക്ഷേത്രം കാണും. ക്ഷേത്രം കാണുമ്പോഴുണ്ട് അവിടെ ബലിത്തറയില്ല, ആൽത്തറയില്ല, ശ്രീകോവിലില്ല, ഒന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞു, ഭഗവാൻ ഇത് എന്താണിത്, ക്ഷേത്രം ഇല്ലല്ലോ ഇവിടെ, അതൊക്കെ മാറ്റിയായിരിക്കും ഒറ്റ ദിവസം കൊണ്ട്. ആകെപ്പാടെ നിൽക്കുന്നത് ഒരു ഗ്രില്ലിട്ട ഒരു ഹോളുണ്ട്.
അതാണ് കാണുന്നത്. ഇതിന് പകരം ഒരു ഗ്രില്ലിട്ട ഹോള് അതാണ് കാണുന്നത്. അപ്പം നോക്കുമ്പോൾ ഇത് അപ്പോൾ ഇനി ക്ഷേത്രം മാറ്റിക്കാണുമായിരിക്കും ചിലപ്പോൾ. പക്ഷെ അതൊക്കെ നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ അല്ലേ, മാറ്റുമായിരിക്കും, അധികാരിയോട് മാറ്റുമായിരിക്കും. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ ക്ഷേത്രത്തിൽ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഗ്രില്ലിട്ട സ്ഥലമല്ലേ, അപ്പോൾ ഉടനെ ദേവി പരാശക്തി എന്നും പറഞ്ഞൊരു തൊഴും. അപ്പോൾ ഉടനെ ദേവി പറയും, നീ വിഷമിക്കണ്ട, നീ ഉടമ്പടി എടുത്താൽ മതി. ആ സാക്ഷി നിങ്ങൾ കേൾക്കണം. വല്ലാത്ത ഒരു സാക്ഷ്യമാണ്, ഈ വർഷം കേട്ടതിൽ ഏറ്റവും ടോപ്പ് സാക്ഷ്യമാണ്. ഇവരത് മനസ്സിരിക്കും, പക്ഷേ ഇവർക്ക് അതിനെക്കുറിച്ച് അതൊന്നും അറിയത്തില്ലല്ലോ, അറിയത്തില്ല. അപ്പം ബെറ്റി എന്നും പറഞ്ഞ ഇവളുടെ ഒരു പണ്ട് പഠിപ്പിച്ച, ഇവൾക്ക് നിലത്തെഴുത്ത് പഠിപ്പിച്ച ഒരു സ്ത്രീ, ഇവർക്ക് പ്രായമുണ്ടേ, ഈ പരമേശ്വരമ്മക്ക് പ്രായമുണ്ട്. ആ ബെറ്റിയുടെ മകളെ എഴുത്ത് തുടങ്ങിക്കാൻ വേണ്ടി ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇവർക്ക് കടവല്ലേ, ഭയങ്കര പങ്കപ്പാടല്ലേ, അവിടെ കുടുംബം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതിന് ബെറ്റിനെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്, ബെറ്റിയുടെ മോളെ എടുത്തു തുടങ്ങിച്ചത് ഈ ടീച്ചറാണ്. ഇപ്പോൾ ബെറ്റിയുടെ പേരക്കിടാവിനെയും കൊണ്ട് ബെറ്റി വരികയാണ് എന്നാണ് ഇവർ ധരിക്കണത്. അപ്പോൾ പറഞ്ഞ്, ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരിക കേട്ടോ. പറഞ്ഞു, നീ എന്തിനാണ് വരണം, നീ ഇപ്പോൾ ഒന്നും വരണ്ട, എന്താ നമ്മുടെ ഇടം അവളെന്താ അറിയണത്, നല്ല കാലം അവൾ കണ്ടതല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ കാലം കണ്ടാൽ അവൾക്ക് സങ്കടമാണ് ടീച്ചറിനെ. അപ്പോൾ നീ വരണ്ടെന്ന് പറയും. പിന്നെയും ടീച്ചർ വിളിക്കും, പിന്നെയും ഈ ബെറ്റി 2 ദിവസം പിന്നെയും വിളിക്കും, ടീച്ചറെ എനിക്ക് ടീച്ചറിനൊന്ന് കാണണം, നീ ഇപ്പോൾ വരണ്ട, നീ എന്തിനാ ഇങ്ങോട്ട് വരണത്, നിൻ്റെ കൊച്ചിനെ എടുത്തു നോക്കിയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും ഉള്ള ടീച്ചർമാരെ കണ്ടിട്ട് എടുത്തു നോക്കിച്ചാൽ മതി, ഇങ്ങോട്ട് ഇത്രയും കഷ്ടപ്പെട്ട് വരണ്ടെന്ന് പറയും. ഇല്ല ടീച്ചറെ ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞ് 3ാമത്തെ പ്രാവശ്യം ബെറ്റി വന്നപ്പോൾ ബെറ്റിനെ ടീച്ചർ അത് സങ്കടമൊന്നും കാണിക്കാതെ വിളിച്ച്, ടീച്ചറെ എങ്ങനെയൊക്കെ പോണ കാര്യങ്ങൾ, മകനെയൊക്കെ ജോലി ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ ടീച്ചർ പൊട്ടിക്കരയും. അപ്പോൾ ഇവിടെ പറയും, ടീച്ചറെ കൊള്ളാം, എൻ്റെ മുമ്പിൽ നിന്ന് ടീച്ചറെ കരയണ, ഞാൻ സങ്കടം പറയുമ്പോൾ ടീച്ചറല്ലേ എന്നെ ആശ്വസിപ്പിക്കണത്, ഇപ്പോൾ ടീച്ചർ കരയണം, ടീച്ചർ കരയാൻ പാടില്ലെന്ന് പറയും. അല്ലടി ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്, അതിനെന്താ കുഴപ്പം ടീച്ചർ ഒന്ന് കലപുരി പോയാൽ മതി കൃപാസനത്തിൽ. അയ്യോ അതെവിടെയാണ്, അവിടെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോകാൻ, ഞാൻ പോകിട്ടില്ലെന്നൊക്കെ പറയും. അല്ല ടീച്ചറെ പോകണ്ട, അവിടെ എന്നൊക്കെ അത് എങ്ങനെ ചെയ്യുമെന്നൊക്കെ ചോദിക്കും, ഉടമ്പടിയുടെ കാര്യമൊക്കെ ഇവൾ പറയും. അപ്പോഴും ടീച്ചർ പറഞ്ഞിട്ട് രാത്രി എന്നോട് പറഞ്ഞത് അങ്ങനെയാണല്ല, അതാണല്ലോ ഇവൾ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ ഉടനെ ഓൺലൈൻ ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത് അപ്പോൾ തന്നെ മകൻ വിളിക്കും, അമ്മ എല്ലായിടത്തും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും. എന്നെ റിജക്റ്റ് ചെയ്ത എല്ലാ കമ്പനിയിൽ നിന്നും കത്ത് വരാൻ തുടങ്ങിയെന്ന് പറയും, എന്നെ ഓഫർ ലെറ്റർ വരാൻ തുടങ്ങിയെന്ന് പറയും, ഇൻ്റർവ്യൂവിന് പോകാം, ഇപ്പോൾ ഏതെടുക്കണമെന്ന് ചോദിക്കും. അപ്പോഴമ്മ പറയും, ഞങ്ങൾ പോയി തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ട് വരാമെന്ന് പറയും. അങ്ങനെ ഇവർ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുമ്പോൾ ഇവിടെ വരുമ്പോൾ ഇവർ ഞെട്ടിപ്പോകും. കാര്യം ഇവർ സ്വപ്നത്തിൽ കണ്ട ക്ഷേത്രം, ഈ ഗ്രില്ലിട്ട ഈ മാതാവിൻ്റെ സന്നിധാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ഹല്ലേലൂയ മഹത്വം ആരാധന